ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ടിയാഗോയാണ്. ഇത് ടിയാഗോയുടെ തന്നെ ഏറ്റവും ബേസ് മോഡലാണ്. ഞാൻ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. ആൾക്കാർ ചോദിക്കാറുണ്ട് ടാറ്റയുടെ വീഡിയോ എന്താ ചെയ്യുന്നത്, ടാറ്റയുടെ വീഡിയോ എന്താ ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നും ഇല്ല കേട്ടോ. വേറെ കൊണ്ടല്ല, നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ നേരത്തെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം അവരൊക്കെ അവിടെ നിന്ന് മാറി. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഒരു ലാഗ് വന്നത്. പുതിയ പുതിയ ആൾക്കാരൊക്കെ പരിചയപ്പെടണം ആ ഒരു രീതിയിൽ. അപ്പോൾ ഞാൻ താഴെ ഒരു നമ്പർ നൽകിയിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തിന് തന്നെ നമ്പറാണ്. അപ്പോൾ ടാറ്റയുടെ വാഹനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിക്കുക. ഞാൻ ഇന്ന് സത്യത്തിലൂടെ വന്നത് വേറൊരു വാഹനം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയത്താണ് ഈ ഒരു ടിയാഗോയുടെ ഏറ്റവും ബേസ് മോഡലിലൂടെ യാർഡിൽ കിടക്കുന്നത് കണ്ടത്. ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് കരുതി. ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പറയേണ്ടത്. ഇതിൻ്റെ ഏറ്റവും ബേസ് XC എന്നതാണ് വേരിയൻറ്റ്. 5,81,000 ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. 5,81,000 നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഒരു ഓൾട്ടോ എന്ന വാഹനം മേടിക്കണമെങ്കിൽ പോലും ഒരു 5.5 ലക്ഷം റേഞ്ചിൽ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. ഒരു ഓൾട്ടോ കേട്ടൻ മേടിക്കണമെങ്കിലും. പക്ഷേ ഇതിലേക്ക് ഒരു സമയത്ത് ആ ഒരു സെയിം ഒരു ചെറിയ വ്യത്യാസം, ഒരു 20-30 രൂപ റേഞ്ചിൽ വ്യത്യാസം വരുന്നത്. കുറച്ചുകൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടിയാഗോ സ്വന്തമാക്കാൻ പറ്റും. കാര്യം 5,80,000 ഓൺ റോഡ്, 5,81,000 കറക്റ്റ് ഓൺ റോഡ്. അതിനകത്ത് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഒരു 90% ഫണ്ടിങ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തന്നെയും ഏകദേശം 60,000 രൂപ മതി ഡൗൺ പേയ്മെൻറ്റ്. 90%, അതായത് 5,81,000 ഒരു 90% കിട്ടിയാൽ ലോൺ നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ 60,000 മതി. അതൊക്കെ ഓരോരുത്തർ സിവിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ചിലർക്ക് ചിലപ്പോൾ 85% കിട്ടുന്നത്, ചിലർക്ക് ചിലപ്പോൾ 95% ലോൺ കിട്ടാം. അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് കുറയും. ആ ഒരു രീതിയിൽ. പിന്നെ എക്സ്ചേഞ്ച് ബോണസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ ഈ 60 രൂപ അടച്ചാണ് എടുക്കുന്നതെങ്കിൽ 5 വർഷം നമ്മൾ വെച്ചാൽ ഒരു 11,500 റേഞ്ചിൽ EMI വരും. അത് അഫോർഡബിൾ തന്നെയാണ്. 5 വർഷം വെക്കുന്നതിന് കുറച്ചുകൂടി നല്ലത്. ഇനി അത്രയും പൈസ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ 7 വർഷം വെക്കുക. 7 വർഷത്തേക്കാണെങ്കിൽ ഒരു 8,500, 8,600 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇത് കറക്റ്റ് കണക്കല്ല EMI പറയുന്നത്. നമ്മൾ റഫായിട്ട് ജസ്റ്റ് ഒന്ന് കണക്കൂട്ടി പറയുന്നതേ ഉള്ളൂ. സിവിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിനകത്ത് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും. എന്നിരുന്നാൽ തന്നെയും ഒരു 7 വർഷത്തേക്ക് EMI വെച്ച് കഴിഞ്ഞാൽ ഒരു 8,500 റേഞ്ചിൽ EMI അടച്ച് ഒരു സാധാരണക്കാരൻ എനിക്കൊന്ന് സുഖമായിട്ട് ഇത് അഫോർഡബിളായിട്ട് കൊണ്ട് നടക്കാനായിട്ട് പറ്റും. ഒരുപാടങ്ങ് EMI കാര്യങ്ങളൊന്നും വലിയ ബാധ്യതകളൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം 8,500 മന്ത്ലി സുഖമായിട്ട് അടയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 60,000 നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാം. പിന്നെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യണം. കാര്യം ഇതൊരു ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ട് വരും. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഏകദേശം ഒരു കോസ്റ്റ് കൂടി ഞാൻ പറഞ്ഞു തരാം, അതിന് എത്ര വരും എന്നുള്ളത്. ഒരു ഫ്രണ്ട് ലുക്ക് നോക്കാം. ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു ബേസ് മോഡലാണെന്ന് പെട്ടെന്ന് ഫ്രണ്ട് ലുക്ക് നോക്കിയാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഈ ഒരു ഗ്രില്ലെടുത്താലും ഈ ഒരു താഴ്ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരു ഗ്ലോസി ഫിനിഷിലാണ് അത് നൽകിയിട്ടുള്ളത്. അപ്പം പിന്നെ മാറ്റ് ഫിനിഷിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വേണം ഗ്രില്ലൊക്കെ പിന്നെ മാറ്റേണ്ടതായിട്ട് വരും. അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും തന്നെ ഈ വാഹനത്തിൽ വരുന്നില്ല. നോർമലി ഹാലജൻ ടൈപ്പ് തന്നെയാണ് എല്ലാ യൂണിറ്റ് വാഹനത്തിൽ വരുന്നത്. പിന്നെ സേഫ്റ്റി വൈസ് പറയേണ്ട ആവശ്യമില്ല. ടാറ്റയുടെ വാഹനങ്ങളിൽ ടിയാഗോയുടെ കാര്യം പ്രത്യേകിച്ച്. ഫോഗ് ലാമ്പ് യൂണിറ്റ് നമുക്ക് അവൈലബിൾ അല്ല. ഇത് നമ്മൾ 2 എണ്ണം എക്സ്ട്രാ ചെയ്യേണ്ടതായിട്ട് വരും. അത് ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാം. എനിക്കൊരു 8 രൂപ റേഞ്ചിലൊക്കെ 7 രൂപ 8 രൂപ റേഞ്ചിൽ ഷോറൂമിൽ നിന്നൊരു കോസ്റ്റ് നിങ്ങൾക്ക് വരും. 2 ഫോഗ് ലാമ്പ് ചെയ്യണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്താൽ മതി. ഇവിടെയും ചെറിയൊരു ഗ്ലോസി എലമെൻറ്റ് അവർ നൽകിയിട്ടുണ്ട്, പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ. പിന്നെ ആ ഒരു ലൈറ്റിന് ലൈറ്റ് ഇതാണ് ഈ ഒരു പോർഷനിൽ കണ്ടിന്യൂ ചെയ്ത് ഗ്രില്ലിന് താഴെ കൂടി നല്ലൊരു ക്രോം എലമെൻറ്റ് കൂടി കമ്പനി പ്ലേസ് ചെയ്തു. ആ ഒരു ക്രോം എലമെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതും കുറച്ചുകൂടി ഒരു ഫീൽ കിട്ടുന്നുണ്ട് വാഹനം കാണുന്നതിന് വേണ്ടിയിട്ട്. ടാറ്റയുടെ ലോഗോ വളരെ മനോഹരമായിട്ട് ഫ്രണ്ട് പോർഷനിലായിട്ട് അവർ പ്ലേസ് ചെയ്തു. ഹുഡിൻ്റെ പോർഷനൊക്കെ നോക്കിയാൽ അത്യാവശ്യം ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഹുഡിൻ്റെ പോർഷനിലായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ച ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഡൗൺ പേയ്മെൻറ്റും EMIയും അതേപോലെ ഫോഗ് ലാമ്പ് നിങ്ങൾ ഒരെണ്ണം 7 രൂപ 8 രൂപ റേഞ്ചിൽ ഷോറൂമിൽ തന്നെ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ എടുക്കാനായിട്ട് സാധിക്കും. അത് വെച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരാം. നമ്മൾ ഈ സൈഡ് പ്രൊഫൈൽ കാണുന്ന സമയത്ത് ഇതൊരു ബേസ് മോഡൽ വാഹനമാണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. 1-2 പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ വീൽ കപ്പും കാര്യങ്ങളും ഈ ഒരു ബേസ് മോഡലിൽ കമ്പനി നൽകുന്നില്ല. നിങ്ങൾക്ക് ഒരു വീൽ കപ്പ് എക്സ്ട്രാ മേടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് 2,000 മാക്സിമം 2,000 റേഞ്ചിലെ കോസ്റ്റ് വരുള്ളൂ. അത് മേടിക്കണം. ഈ ഓൺലൈൻ വഴിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അത്രയും കോസ്റ്റും വരില്ല. ഷോറൂമിൽ നിന്നൊക്കെ ആ ഒരു റേഞ്ചിൽ കോസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. ഒരു ടയർ സൈസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 13 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ്. 155/80R18 ടയർ പ്രൊഫൈൽ നൽകിയിട്ടുള്ളൂ. അപ്പോൾ വീൽ കപ്പിൻ്റെ നമ്മൾ പറഞ്ഞു വേണമെങ്കിൽ ഈ ഒരു ഡ്രം ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊണ്ടുവരാം. നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. സ്പ്രേ പെയിൻ്റൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വെച്ചാൽ നമുക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് അത് ചെയ്ത് ഒരു വീൽ കപ്പ് നമുക്ക് ഇടാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ 12,000 രൂപയ്ക്ക് മാക്സിമം നമുക്ക് ആ ഒരു കാര്യം അവിടെ കോംപ്രമൈസ് ആകും. പിന്നെ ഒരു പോരായ്മ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു മിററും അതേപോലെ ഡോർ ഹാൻഡിലും ബ്ലാക്ക് കളറാണ്. ഇത് നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ഡെലിവറി സമയത്ത് തന്നെ നമുക്കിത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനും മാക്സിമം ഒരു 12,000 രൂപ റേഞ്ചിലെ കോസ്റ്റ് വരുള്ളൂ. അതായത് 2 മിററും ഈ ഒരു 4 ഡോർ ഹാൻഡിലും എന്താ പറയുക പെയിൻറ്റ് ഇറക്കുന്നതിന് വേണ്ടി. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് കൊണ്ടുപോയി ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഷോറൂമിൽ തന്നെ മതിയെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു പോരായ്മ പറയാൻ പറ്റുന്നത് സെൻട്രൽ ലോക്ക് ഈ ഒരു ബേസ് മോഡലിൽ വരുന്നില്ല. നമ്മൾ ഈ ഒരു കീ ഇട്ടത് ലോക്കാക്കി കഴിഞ്ഞാലും എല്ലാ ഡോർസും ലോക്ക് ആവില്ല. ഈ ഒരു ഡോർ മാത്രമേ ലോക്ക് ആവുകയുള്ളൂ. അതായത് നമ്മൾ അകത്ത് നിന്ന് ഇറങ്ങുന്ന സമയത്ത് ലോക്ക് ആക്കിയിട്ടാണ് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഫുൾ സിസ്റ്റം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പവർ സെൻട്രൽ ലോക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് പുറത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 5 രൂപ 6 രൂപ റേഞ്ചിൽ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് അതില്ലെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നങ്ങളും ഇല്ല. നമുക്കത് മാനുവലി ചെയ്ത് ഇറക്കാം. നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് കുറവായിരിക്കും, ചിലപ്പോൾ പയ്യെ ചെയ്താലും മതി. ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഷോറൂമിൽ ചെയ്ത് ഇറക്കാനായിട്ട് നോക്കുക. അത്യാവശ്യം
അത്യാവശ്യം ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സൈഡ് പോർഷനിൽ കാണാം. ഇതൊരു വൈറ്റ് കളർ വാഹനവുമാണ്. അത്യാവശ്യം വലിപ്പവും വരുന്നുണ്ട് ഈ ഒരു മിറർ യൂണിറ്റിന്. അപ്പോൾ വേറെ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സൈഡ് പോർഷനിൽ പറയേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് ഈ ഒരു മിറർ ബോഡി കളറാക്കുക, വൈറ്റ് കളർ തന്നെ കൊണ്ടുവരിക. ഈ ഒരു ഡോർ ഹാൻഡിലും ബോഡി കളറാക്കുക. അതിനുശേഷം ഈ ഒരു ഡ്രമ്മ് ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊണ്ടുവന്നതിന് ശേഷം ഒരു വീൽ കപ്പ് മേടിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് തന്നെ സൈഡ് പ്രൊഫൈൽ ഏകദേശം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. പെട്ടെന്ന് പിന്നെ ആർക്കും ഇതൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയൊരു ബേസ് മോഡൽ വാഹനം ആണെന്നുള്ളത്. ഇനി നമ്മൾ റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഇതാണ്. ഇവിടെ ചെറിയൊരു ബ്ലാക്ക് ഫിനിഷിൽ ഒരു ഡിസൈൻ പാറ്റേൺ നൽകിയിട്ടുണ്ട്. ഹൈ മൗണ്ട് സ്ലോപ്പ് ലാമ്പ് കാണാം. ഡിഫോഗർ അതിന് റിയർ വൈപ്പറും നമുക്ക് അവൈലബിൾ അല്ല. ഞാൻ പറഞ്ഞു നമുക്ക് റിവേഴ്സ് ക്യാമറ ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്തിപ്പോൾ നിലവിൽ റിവേഴ്സ് ക്യാമറ നമുക്ക് അവൈലബിൾ അല്ല. ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റവും നമുക്ക് വരുന്നില്ല. അതിൻ്റെ കോസ്റ്റ് ഞാൻ അകത്തേക്ക് കയറുന്ന സമയത്ത് എത്ര വരും എന്നുള്ളത് പറഞ്ഞുതരാം. റിവേഴ്സ് ക്യാമറയും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ടിയാഗോയുടെ ഒരു ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. ടാറ്റയുടെ ലോഗോ കൂടി വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പത്തിലാണ് ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് നൽകിയിട്ടുള്ളത്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. പണ്ടത്തെ ടിയാഗോട്ട് നോക്കിയാൽ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റില്ല. റിവേഴ്സ് സെൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ വേറെ സെൻസറോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഒന്നുകിൽ കീട്ട് ഓപ്പൺ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈവർ ക്യാമറയിൽ അതിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. മോശമല്ലാത്ത രീതിയിൽ ബൂട്ട് സ്പേസ് വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. കാര്യം ചെറിയൊരു വാഹനമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പോരായ്മകളും വാഹനത്തിന് കാണും. അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക. 242 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ലെങ്ത് വരുന്നത് ഏകദേശം ഒരു 3767, വിട്ട് 1677, ഹൈറ്റ് 1532, വീൽ ബേസ് 2400, ഗ്രൗണ്ട് ക്ലിയറൻസ് 170 നമുക്ക് വരുന്നത്. ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റിൽ നൽകിയിട്ടുള്ളത്. 60-40 സ്പ്ലിറ്റിംഗ് അല്ല നമുക്ക് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു പാർസെറ്ററെ വേണമെങ്കിൽ മേടിച്ച് വെക്കാം. അതിൻ്റെ ആവശ്യം വരുന്നില്ല. പാർസെറ്റർ ഇല്ലാത്തതാണ് കുറച്ചുകൂടി നല്ലത്. കാര്യം നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ പുറകിൽ നിന്ന്, അതായത് ഇപ്പോൾ നമ്മൾ റിയർ സൈഡിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ പാർസെറ്റർ ഇല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അത് കുറച്ചുകൂടി കംഫർട്ട് പാർസെറ്റർ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് കുറച്ചുകൂടി നല്ലത്. സ്പെയർ ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാര്യം പല വാഹനങ്ങളും ഇപ്പോൾ സ്പെയർ ടയറോ കാര്യങ്ങളൊന്നും വരാറില്ല. പഞ്ചർ കിറ്റാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സ്പെയർ ടയർ നൽകിയിട്ടുള്ളൂ. ഇനി അകത്തേക്ക് വരാം. അപ്പോൾ അകത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി സംസാരിച്ചു. സെൻട്രൽ ലോക്ക് ചെയ്യുന്ന കാര്യവും ഒക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ ഡോർ ഹാൻഡിൽ ബോഡി കളറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ സംസാരിച്ചു. ഏകദേശം എന്ത് കോസ്റ്റ് വരും എന്നുള്ളത്. ഇനി അകത്തേക്ക് വരാം. അകത്തേക്ക് ഈ സമയത്ത് ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇതിന് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ സീറ്റും പൊസിഷൻ നമുക്ക് അത്യാവശ്യം കമാൻഡിങ് ആയിട്ടുള്ളത് തന്നെയാണ്. നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റിയറിംഗ് പക്ഷേ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഇവിടെ ശകലം സ്പേസ് വരെ നൽകിയിട്ടുണ്ട്. ഫോണോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഡോർ പാഡിനെ കുറിച്ച് പറയാം. ഡോർ പാഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ആദ്യം തന്നെ ഈ ഒരു മിററിനെ കുറിച്ച് പറയട്ടെ. മിറർ നമുക്ക് മാനുവലി ആണ് വേണം കൺട്രോൾ ചെയ്യാൻ. അതിലൊരു നോബ് ഇവിടെ നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഗ്ലാസ് താക്കാതെ തന്നെ നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പവർ ഉണ്ടോ നമുക്ക് വരുന്നില്ല. അത് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 ഡോർ പവറിൻ്റെ നമുക്ക് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 9 രൂപയ്ക്ക് അടുത്ത് കോസ്റ്റ് നമുക്ക് 8-9 റേഞ്ചിൽ കോസ്റ്റ് നമുക്ക് വരും. 4 പവർ ഉണ്ടോ ചെയ്യണമെങ്കിൽ. 4 വേണമെന്നില്ല, 2 ചെയ്താലും മതി. അത്രത്തോളം കോസ്റ്റ് നമുക്ക് കുറഞ്ഞു നിൽക്കുന്നതായിരിക്കും. പിന്നെ ആ ഒരു പോർഷനിലായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഇത് കണ്ടേ. പവറിന് ഇല്ലാത്തപ്പോൾ എന്താണ് ഈ ഒരു മാനുവലി വേണം നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്. ഒരു 1-2 കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ്. അത് ലൈറ്റ് ആയിട്ടുള്ള കളർ തീമാണ് വാഹനത്തിൽ യൂസ് ചെയ്തത്. ഡാർക്ക് ആയിട്ടുള്ള കളർ തീം അല്ല. അതെനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. കുറച്ചുകൂടി വാഹനത്തിനകത്ത് കയറുന്ന സമയത്ത് ഒരു ലൈറ്റ് ആയിട്ടുള്ള കളർ തീം ആയതുകൊണ്ട് കുറച്ചുകൂടി ഒരു ഫീലുണ്ട് വാഹനം കാണാനായിട്ട്. പിന്നെ പോരായ്മകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബേസ് മോഡലാണ്. കുറേ പോരായ്മകളും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഈ വാഹനത്തിൽ നമുക്കത് അവൈലബിൾ അല്ല. പക്ഷേ ടച്ച് സ്ക്രീൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോറൂമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഷോറൂമിൽ അത്യാവശ്യം കോസ്റ്റ് വരും. 4 സ്പീക്കർ, റിവേഴ്സ് ക്യാമറ വിത്ത് ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം. നമുക്ക് ഏകദേശം ഒരു 30-35 റേഞ്ചിൽ ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യുന്നതിന് കോസ്റ്റ് വരുന്നുണ്ട്. ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് ചെയ്യാനായിട്ട്. വേറെ ഈ ഒരു ഇന്ത്യൻ ഡിസൈനിൽ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് അത്ര മാൻഡേറ്ററി അല്ല. ഇത് എനിക്ക് ഉണ്ടേ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊന്നും വേറെ പോരായ്മകളൊന്നുമില്ല. ഈ ഒരു ഡാഷ്ബോർഡ് ഈ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം നമുക്കൊരു 35 രൂപ ഉണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് സ്റ്റിയറിംഗിലേക്ക് വരാം. ഇതാണ് നമ്മുടെ വാഹനത്തിന് സ്റ്റിയറിംഗ് വീൽ. നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഒരുപാട് കനോ കാര്യങ്ങളൊന്നുമില്ല. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റിയറിംഗിലേക്ക് പിടിക്കുന്ന സമയത്തായാലും ഒരുപാട് തിക്നെസ് കുറവാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കംഫർട്ടായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. ലെതർ റാപ്പിഡൊന്നുമല്ല, പക്ഷേ ആ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കൊള്ളാം. ആ ഒരു സ്റ്റിയറിംഗ് ന്യൂ ഷേപ്പ് ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നിലവിൽ സ്റ്റിയറിംഗ് കാര്യങ്ങൾ വാഹനത്തിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, ആ ഒരു ചാവി ഉണങ്ങുന്ന സമയത്താണ് നമുക്ക് ആ ഒരു ടാറ്റയുടെ ലോഗോ കാണാനായിട്ട് പറ്റുന്നത്. വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നേരത്തെയുള്ള സ്റ്റിയറിംഗ് വീലാണെങ്കിൽ ഭയങ്കര പോരായ്മയാണ്. ഇപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു ഫീൽ കുറവാണ്. പക്ഷേ ഇതിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ബേസ് മോഡലായാലും ഈ ഒരു ടൈപ്പ് സ്റ്റിയറിംഗ് വീൽ തന്നെ വരുന്നത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഇപ്പോൾ കൺട്രോൾസ് ഒന്നും ഇല്ലെങ്കിലും നമുക്കതൊരു പോരായ്മയായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. നല്ല ഗ്ലോസി ഫിനിഷിലുള്ള കളർ തീം കാണാം. എന്നാൽ ഈ ഒരു പോർഷനിലൊക്കെ നല്ല ഗ്ലോസി എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. ക്ലസ്റ്ററിലേക്ക് ഒരു സമയത്ത് ഫുള്ളി ഡിജിറ്റൽ തന്നെയാണ്. നമ്മൾ ടാറ്റയുടെ വാഹനത്തിൽ കണ്ടുവന്നിട്ടുള്ള സെയിം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കാണാനായിട്ട് പറയുന്നത്. ഫുള്ളി ഡിജിറ്റലാണ്. അതിന് ചുറ്റും ചെറിയൊരു ക്രോം ഫിനിഷൊക്കെ നൽകിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വൈപ്പേഴ്സിൻ്റെ കൺട്രോളൊക്കെ ആണ് ഈ ഒരു പോർഷനിലായിട്ടും ഹെഡ്ലാമ്പിൻ്റെ കൺട്രോൾസ് ആണ് ഈ ഒരു പോർഷനിലായിട്ടും കമ്പനി നൽകിയിട്ടുണ്ട്. ആ ഒരു AC വെന്റിന് ചുറ്റും നമുക്ക് ചെറിയ ഗ്ലോസി എലമെൻറ്റും ചെറിയ ക്രോം ഫിനിഷ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മിറർ ഞാൻ പറഞ്ഞു മാനുവലി വേണം നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ നോക്കി കഴിഞ്ഞാൽ AC യുടെ കൺട്രോൾസ് മാനുവലി തന്നെ ചെയ്യണം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് അവിടെയും കമ്പനി അതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം അതിന് ചുറ്റും ചെറിയ ക്രോം എലമെൻറ്റ്സ് ഒക്കെ നൽകി
ഒരു ബ്ലാക്ക് ഫിനിഷ്, നീറ്റായിട്ടുള്ള ഒരു ബ്ലാക്ക് ഫിനിഷിലും അത് വരുന്നുണ്ട്. താഴ്ഭാഗത്ത് 12 വാച്ചിൽ ഒരു ചാർജിങ് സോക്കറ്റ് നമുക്ക് അവൈലബിൾ ആണ്. കണക്ടർ മേടിച്ച് വെക്കേണ്ടതായിട്ട് വരും. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വാഹനത്തിൽ വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുള്ളത് കാണാം. സീറ്റ് കവറിൻ്റെ ഒരു കളർ തീമും കാര്യങ്ങളൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ആ ഒരു സെൻറ്റർ ടണലിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ കോയിൻസ്, ഫോണോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോർഷനിൽ വെക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ആ AC വേന് ചുറ്റും ഒരു ക്രോം എലമെൻറ്റും ഹസാർഡിൻ്റെ കൺട്രോളാണ് ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു രീതി നമുക്ക് ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് തന്നെ വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. ടാറ്റയുടെ വാഹനങ്ങൾ പൊതുവെ അങ്ങനെ തന്നെയാണ് നൽകാറുള്ളത്. ടോപ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിററും കാര്യങ്ങളും വരുന്നില്ല. ഈ ഒരു പോർഷനിലായിട്ട് ഗ്രാബ് ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. അത് ഈ ഒരു രീതി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ആയിട്ടൊരു മിറർ യൂണിറ്റ് വരുന്നുണ്ട്. പക്ഷേ വേറെ ലൈറ്റ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ടോപ്പിലായിട്ട് സെൻട്രലായിട്ടാണ് ആ ഒരു ലൈറ്റ് യൂണിറ്റ് നൽകിയിട്ടുള്ളത്. വേറെ അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ഓപ്ഷൻസ് ഒന്നും ഈ ഒരു പോർഷനിൽ വരുന്നില്ല. ഈ ഒരു രീതിയിൽ നമുക്കിത് അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുകയുള്ളൂ. ഇവിടേക്ക് നോക്കുന്ന സമയം ടിക്കറ്റ് ഹോൾഡറും നൽകിയിട്ടുള്ളത് കാണാം. അപ്പോൾ ഈ ഒരു പോർഷനിൽ മിറർ ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. ഓൺലൈൻ വഴിയിട്ട് നല്ല വലുപ്പത്തിലുള്ള മിറേഴ്സും കാര്യങ്ങളും നമുക്ക് ഓൺലൈൻ വഴി ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. വലിയ എമൗണ്ട് ഒന്നും ഇല്ലാതെ നിങ്ങൾക്കത് മേടിച്ച് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിൻ്റെ പവറിൻ്റെ ഒക്കെ ഇല്ലെന്നുള്ളത് ഞാൻ ഓൾറെഡി സംസാരിച്ചു. ആ ഒരു ഗിയറിലോന് ചുറ്റും നല്ലൊരു ഗ്ലോസി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റ് നൽകിയിട്ടുള്ളത് കാണാം. താഴ്ഭാഗമൊക്കെ നോക്കിയാൽ ഫുള്ളി ബ്ലാക്ക് ഫിനിഷ് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ സീറ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല സപ്പോർട്ടിങ് ഒക്കെ ഉള്ള സീറ്റ് തന്നെ നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. ഈ ഒരു സീറ്റ് ബെൽറ്റ് നമുക്ക് ഹൈറ്റോ കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഫിക്സഡ് ആയിട്ടുള്ളത് തന്നെയാണ് സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് നമുക്ക് ഈ ഒരു ടിയാഗോയുടെ ബേസ് മോഡലിൻ്റെ ഡാഷ്ബോർഡിനെ കുറിച്ചും ഇന്ത്യനെ കുറിച്ചും നമുക്ക് പറയാനായിട്ടൊന്നും തന്നെ വരുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റമാണ്. ഏകദേശം 30-35 രൂപ റേഞ്ചിൽ കോസ്റ്റ് വരും. റിവേഴ്സ് ക്യാമറ, 4 സ്പീക്കറും എല്ലാം ആയിട്ട് ആ ഒരു കോസ്റ്റ് അതിന് വരുന്നുണ്ട്. ഡോർ നമുക്ക് അത്യാവശ്യം വൈഡായിട്ട് തുറക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 90 ഡിഗ്രി ഓപ്പണിംഗ് വരുന്നില്ലെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കാം. റിയർ സൈഡിൽ നമുക്ക് പവറിൻ്റെ കാര്യങ്ങളൊന്നും വരില്ല. മാനുവലി വേണം റിയർ സൈഡും കൺട്രോൾ ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു ഓൾറെഡി 4 പവറിൻ്റെ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 8-9 രൂപ റേഞ്ചിൽ കോസ്റ്റ് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ഇല്ലെങ്കിൽ 2 ഡോർ മാത്രം ചെയ്താൽ മതി ഫ്രണ്ടിൽ. അപ്പോൾ അത്രയും കോസ്റ്റ് ആവത്തില്ല. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഷോറൂമിൽ തന്നെ ചെയ്യണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് നിങ്ങൾക്ക് പരിചയമുള്ള ഷോപ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അകത്തേക്ക് ഇരിക്കുന്ന സമയത്ത് തൈ സപ്പോർട്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാലും വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇരുന്ന് കഴിഞ്ഞാലും ഈ ഒരു റേഞ്ചിൽ ഹൈറ്റ് നമുക്ക് വരുന്നുണ്ട്. കുറച്ചുകൂടി സ്പേസ്, ഇത്രയും സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർ ഇരുന്നാലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ലെഗ് റൂമും വലിയ കുഴപ്പമില്ല. ഇതിപ്പോൾ എൻ്റെ കംഫർട്ടിനാണ് ഈ ഒരു സീറ്റ് ഞാനിട്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇത്രത്തോളം സ്പേസ് നമുക്ക് വരുന്നുണ്ട്. കണ്ടോ, ഇത്രത്തോളം സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാലൊക്കെ വേണമെങ്കിൽ കുറച്ച് നീട്ടിയൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട്. 3 പേർക്കും കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേർക്കും കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും. 2 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാം. കനം കുറഞ്ഞവരാണെങ്കിൽ 3 പേർക്ക് നല്ലതുപോലെ ഇരിക്കാനായിട്ട് പറ്റും. റിയർ പോർഷനിൽ ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് നൽകിയിട്ടുള്ളത്. അഡ്ജസ്റ്റബിൾ അല്ല വരുന്നത്. ഫ്രണ്ടിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. ഗ്രാബ് ഹാൻഡിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3 സൈഡിലും വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ മാത്രം വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈ ഒരു പോർഷനിൽ പറയാനായിട്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. വേണേൽ ബോട്ടിലോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് കപ്പ് ഹോൾഡർ എന്ന് പറയാൻ പറ്റില്ല. സ്റ്റോറേജ് സ്പേസ് ആണ്. ഒരു 1 ലിറ്ററിൻ്റെ ഒരു കുപ്പി കംഫർട്ടായിട്ട് നമുക്ക് അവിടെ വെക്കാനായിട്ട് പറ്റും. സീറ്റൊക്കെ സ്കൂപ്പ് രീതിയിൽ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേറെ ഒന്നുമില്ല ഇവിടെ പറയാനായിട്ട്. നേരെ ജസ്റ്റ് ഒന്ന് എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്ത് അവിടെ കൊണ്ടൊന്ന് കാണിച്ചു തരാം. ടിയാഗോ നിങ്ങൾക്ക് അറിയാം, നമുക്ക് EVയിൽ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. ഡീസലിൽ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ എഞ്ചിൻ റൂം വരുന്നത്. 1.2 ലിറ്ററാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ കപ്പാസിറ്റി. 3 സിലിണ്ടറാണ് എഞ്ചിൻ വരുന്നത്. ഏകദേശം 86 PS 113 Nm ടോർക്കുമാണ് വാഹനത്തിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിയൽ ലൈഫിൽ മൈലേജിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 16-17 ആ റേഞ്ചിലൊക്കെ കിട്ടുമായിരിക്കും സിറ്റി യൂസിന്. ലോങ് ഒക്കെ ആണെങ്കിൽ ഒരു 19-20 റേഞ്ചിലും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കമ്പനി പറയുന്ന മൈലേജ് ഞാൻ പറയുന്നില്ല, കാര്യം അത്രയും മൈലേജ് ഒന്നും ആർക്കും കിട്ടില്ല. ഓരോരുത്തരുടെ ഡ്രൈവിങ്ങിനനുസരിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരാം. അത്യാവശ്യം എന്താ പറയുക, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള എഞ്ചിൻ റൂം തന്നെയാണ്. അത്യാവശ്യം സ്പേസും നമുക്ക് വരുന്നുണ്ട് എഞ്ചിൻ റൂമിൽ. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇല്ല എഞ്ചിൻ റൂമിനെ കുറിച്ച് പറയാനായിട്ടും എഞ്ചിനെ കുറിച്ച് പറയാനായിട്ടും. ജസ്റ്റ് സ്റ്റാർട്ട് കിട്ടുന്നേ ഉള്ളൂ. ജസ്റ്റ് AC കിട്ടുന്നതുകൊണ്ട് സ്റ്റാർട്ട് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നുമില്ല പറയാൻ. കണ്ട, ഇതാണ് നമ്മുടെ ടിയാഗോ. ഏറ്റവും ബേസ് മോഡലാണ്. 581 ഇതിൻ്റെ ഓൺ റോഡ് വില. അതായത് ഒരു ഓൾട്ടോ ഒക്കെ വാങ്ങാം എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു കസ്റ്റമർക്ക് ഉറപ്പായിട്ടും ഇത് പരിഗണിക്കാം. നമുക്കിതിനകത്ത് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം നിങ്ങൾ ചെയ്യണം, ഉറപ്പായിട്ടും ചെയ്യണം. അതില്ലാതെ പറ്റത്തില്ല. ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം പ്ലസ് 4 സ്പീക്കർ, റിവേഴ്സ് ക്യാമറ. ഇതിന് ഷോറൂമിൽ നിന്നാണെങ്കിൽ ഒരു 30-35 രൂപ റേഞ്ചിൽ കോസ്റ്റ് വരുന്നുണ്ട്. 4 ഡോർ പവറിൻ്റെ ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല ആരും ഗ്ലാസ്സൊക്കെ താത്തിട്ട് ഓടിക്കുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിൽ ബഡ്ജറ്റ് കുറവാണെങ്കിൽ അത് പിന്നത്തേക്ക് മാറ്റി വെക്കുക. ഒരു 8-9 രൂപ റേഞ്ചിൽ 4 ഡോർ പവറിനെ ചെയ്യണമെങ്കിൽ കോസ്റ്റ് വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് വേണം നിർബന്ധമൊന്നുമില്ല. ഇല്ലെങ്കിൽ യാതൊരു വൃത്തികേടും ഇല്ല. പിന്നെ സൈഡ് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു മിററും ഡോർ ഹാൻഡിലും ബോഡി കളറേക്ക് കൺവേർട്ട് ചെയ്യുക. ഒരു 2000 രൂപ റേഞ്ചിൽ ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ വീൽ കപ്പ് കൊടുക്കുക. അതിന് നമുക്ക് 1500-2000 രൂപ റേഞ്ചിൽ കോസ്റ്റ് വരും. വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ വരുന്നില്ല. പിന്നെ വേണമെങ്കിൽ സെൻട്രൽ ലോക്ക് ചെയ്യുക. സെൻട്രൽ ലോക്ക് പുറത്തുനിന്ന് തന്നെ നോക്കുക. എനിക്കൊരു 5-6 റേഞ്ചിലൊക്കെ പുറത്തുനിന്ന് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു വാഹനത്തിൽ പറയാനായിട്ട്. ഒരു 60,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ്. 5 വർഷവും 7 വർഷവും ഫിനാൻസ് സൗകര്യം വരുന്നുണ്ട്. അതിൻ്റെ EMI എത്രയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 7 വർഷമൊക്കെ ആണെങ്കിൽ ഒരു 18,500 റേഞ്ചിൽ EMI നിൽക്കത്തേ ഉള്ളൂ. അഫോർഡബിൾ ആയിട്ട് കൊണ്ട് നടക്കാനായിട്ട് പറ്റുന്ന
പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ട് അറിയാം താഴെ കാണിച്ച നമ്പറിൽ വിളിക്കുക, കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. കൊല്ലം മുത്തൂറ്റിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വാഹനം നമ്മൾ എടുത്തത് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അവരെ ആദ്യം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അവരെ വിളിച്ചാൽ മതി, കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരും. അതിൽ എല്ലാ കൂട്ടുകാർക്കും ബൈ.